നിലാവിന്റെ തോഴൻ. രചന ജെഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ക്രിസ്റ്റി മുകളിലേക്ക് കയറിയത്. അവൻ നോക്കുമ്പോഴെല്ലാം പാത്തുവിനൊരു ഒളിച്ചുകളിയുണ്ട്. അത് അവനും ആസ്വദിക്കുന്നുണ്ട്. മുറിയിലേക്കുള്ള സ്റ്റെപ്പ് കയറും വഴി വെറുതെ തിരിഞ്ഞു നോക്കിയതും പെണ്ണ് പെട്ടെന്ന് നോട്ടം തെറ്റിച്ചു. ചിരി അടക്കി പിടിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി മുറിയിലെത്തിയത്. കുളിച്ച് വേഷം മാറി ഫോണൊന്ന് നോക്കി. എന്നിട്ടും അവളെ അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല. താഴേക്കൊന്ന് പോയി നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മറിയാമ്മച്ചി കണ്ട എന്തൊക്കെ വിളിച്ചു പറയുന്ന യാതൊരു ഊഹമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നെയും 10 മിനിറ്റോളം ഫോണിൽ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ പൂച്ചയെ പോലെ പമ്മി മുറിയിലേക്ക് വരുന്നവളെ കാണെ അവന് ചിരി വന്നു. നിനക്കെന്താ പാത്തു ഒരു കള്ളത്തരം? കയ്യിലെ ഫോൺ ഓഫ് ചെയ്ത് കിടക്കിലേക്ക് ഇട്ടുകൊണ്ട് ക്രിസ്റ്റി എഴുന്നേറ്റിരുന്നു. എനിക്കോ? പാത്തു തിരിച്ചു ചോദിച്ചു. പിന്നെ എനിക്കാണോ? എന്നില്ലാത്തൊരു ക്രിസ്റ്റി ചിരിയോടെ അവളെ നോക്കി. വായിച്ചാ എനിക്ക് അങ്ങനെയൊന്നുമില്ല. മുഖത്തെ പതർച്ച അവൻ കാണാതിരിക്കാൻ പാത്തു ഷെൽഫിന് നേരെ നിന്നിട്ട് പറഞ്ഞു. കുളിച്ചിട്ട് വരാം. കയ്യിൽ കിട്ടിയൊരു കൂട്ടൻ ഡ്രസ്സ് വലിച്ചെടുത്തുകൊണ്ട് അവനെ നോക്കി. ആയിക്കോട്ടെ. ക്രിസ്റ്റി ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണ് ചിമ്മി. ഓടും പോലെ പാത്തു ബാത്റൂമിൽ കയറി വാതിലടച്ചു. ക്രിസ്റ്റി ഫോൺ കയ്യിലെടുത്തു. അവനറിയാമായിരുന്നു ആ കുളി അല്പം നീളുമെന്ന്. ഇനി നീ ഇറങ്ങി വന്നില്ലേ സത്യമായിട്ട് ഞാനിത് ചവിട്ടി പൊളിക്കുവേ. പുറത്തുനിന്നും ക്രിസ്റ്റിയുടെ ഭീഷണി കേട്ടതും പാത്തു ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. വേഗം കുളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാൻ പോയവളെ കാണാഞ്ഞ് വിളിച്ചു നോക്കിയതാണ്. കുളിക്കാനും സമ്മതിക്കില്ലേ? കഷ്ടമുണ്ടിച്ച. ക്രിസ്റ്റി എന്തെങ്കിലും പറയും മുന്നേ അവളതും പറഞ്ഞുകൊണ്ട് അവനെ തുറിച്ചു നോക്കി. ഇതെന്തോന്ന്? അവളുടെ പോക്ക് കണ്ടത് അവൻ അന്താളിപ്പോടെ കൈമലർത്തി കാണിച്ചു. പക്ഷെ പാത്തുവിന്റെ വെപ്രാളം കണ്ടത് അവന് വീണ്ടും ചിരി വന്നു. ഇന്നലത്തെ പോലെ അല്ലല്ലോ ഇന്നെന്റെ പാത്തു. അതെന്താ? പിന്നിൽ നിന്ന് അവളെ ഗാഠമായി പുണർന്നുകൊണ്ടവൻ അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് സമ്മതമില്ലാതെ ഈച്ചയൊന്നും ചെയ്യില്ലടി. ഇങ്ങനെ വറക്കല്ലേ നീ. വളരെ പതിയെ അവനത് പറയുമ്പോൾ പാത്തുവിന്റെ നെഞ്ചിരിപ്പ് ശാന്തമാവുന്നുണ്ടായിരുന്നു. അവന്റെ കൈക്കുള്ളിൽ നിന്നൊന്ന് തിരിഞ്ഞതും പാത്തു അവന്റെ നെഞ്ചിൽ ചേർന്നു. കൈകൾ കൊണ്ട് അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തിരിച്ചും പുണരുമ്പോൾ മനസ്സിലെ വേവലാതികളെല്ലാം അഴിഞ്ഞുലഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നിർവചിക്കാൻ കഴിയാത്തൊരു സ്നേഹം രണ്ടുപേരിലും പൊട്ടി മുളക്കുന്നുണ്ടായിരുന്നു. സ്നേഹത്തോടെയുള്ളൊരാലിംഗനം സ്നേഹത്തിന്റെ പ്രകടമായൊരു കൈമാറ്റമാണല്ലോ. സ്നേഹത്താൽ വീർപ്പുമുട്ടുന്ന ഹൃദയങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണത്. ഒരു കരവലയത്തിൽ ഒതുങ്ങി സ്നേഹബദ്ധരാണെന്നും ഈ ഹൃദയത്തിനുള്ളിലും കൈകൾക്കുള്ളിലും സുരക്ഷിതമാണെന്നും കൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണല്ലോ. ആത്മാവിൽ എന്ന പോലെ അലിഞ്ഞു ചേർന്ന നിമിഷങ്ങൾ. പാത്തു തന്നെയാണ് ആദ്യം വേർപെട്ട് മാറിയതും. ക്രിസ്റ്റിയെ നോക്കാൻ അവൾക്കാവുന്നില്ല. അപ്പോഴും അന്നുവരെയും കണ്ടതുപോലൊരു ഭാവമല്ലായിരുന്നു അവനിൽ നിറഞ്ഞു നിന്നതൊക്കെയും. പ്രണയം അതിൻ്റെ ഏറ്റവും തീവ്രമായി അവൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്ന പോലെ. എക്സാം കഴിഞ്ഞിട്ട് എന്നൊരു വാക്കുണ്ടായിരുന്നു, മറന്നുപോയോ അത്? വീണ്ടും ക്രിസ്റ്റി അവിടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു. എന്താവോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഉറക്കം വന്നിട്ടാണെന്നാ തോന്നണേ. ധൃതിയിൽ പറഞ്ഞുകൊണ്ട് അവൻ കൈ നീട്ടി പിടിക്കും മുന്നേ പാത്തു കിടക്കയിലേക്ക് കയറി കിടന്നിട്ട് പുതപ്പിട്ട് മൂടി. ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയൊതുക്കിക്കൊണ്ട് ക്രിസ്റ്റി അവൾക്കരികിൽ പോയി കിടന്നു. അവൻ കിടന്നെന്ന് മനസ്സിലായതും പാത്തുവിനെ ശ്വാസം വിട്ടത് കൂടിയില്ല. ക്രിസ്റ്റിയും ഒന്നും മിണ്ടാതെ അതേ കിടപ്പ് തുടർന്നു. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് അനക്കമൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടതും പാത്തുമെല്ലെ തലയിലൂടെ വലിച്ചിട്ട പുതപ്പ് മാറ്റി അവനെ തലചരിച്ച് നോക്കി. അവളെ തന്നെ നോക്കി ചെരിഞ്ഞു കിടക്കുന്ന അവനെ കണ്ടതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ദേ ഉറങ്ങിയില്ലേ? ക്രിസ്റ്റി അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. സത്യമായിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടയച്ച. പാത്തുവനെ നോക്കി. ആ ഞാൻ വിശ്വസിച്ചു. അപ്പോഴും അവന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. നീ ഉറങ്ങിക്കോ, എനിക്ക് ഉറക്കം വരും വരെയും ഞാനിങ്ങനെ കൊതി തീരെ നോക്കി കിടക്കും. പ്രണയം കൊണ്ട് തിങ്ങിയ അവന്റെ വാക്കുകൾ. പാത്തു വീണ്ടും ആ കണ്ണിലെ കാന്തത്തിൽ ഉടക്കിപ്പോയിരുന്നു. വീണ്ടും പുതച്ചു മൂടി കിടക്കണമെന്നുണ്ടായിട്ടും അവന്റെ നോട്ടത്തിൽ അനങ്ങാൻ കഴിയാത്ത പോലെ. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ക്രിസ്റ്റി ചിരിയോടെ കൈനീട്ടിയോടെ കവിളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. പാത്തുവിന്റെ സ്വരം നേർത്തു. ക്രിസ്റ്റിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ അവനെ നോക്കി. മുന്നേ പറഞ്ഞെന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഭയന്ന് വിറച്ചുകൊണ്ടാവരുത്. എൻ്റെ പെണ്ണിൻ്റെ പ്രണയം അറിയേണ്ടത്, അനുഭവിക്കേണ്ടത്. നേരെ കിടന്നുകൊണ്ട് പാത്തുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? പാത്തു അപ്പോഴാണത് ചോദിച്ചത്. ഞാൻ പ്രതീക്ഷയിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. സംസാരം മറ്റുള്ള വിഷയങ്ങളിലേക്ക് തെന്നി നീങ്ങിയതും പാത്തു പഴയ പവറിലേക്ക് വന്നിരുന്നു. കോളേജിലെ അന്നത്തെ വിശേഷങ്ങളിൽ അവളോട് പറഞ്ഞുകൊണ്ട് അവനും എഴുന്നേറ്റിരുന്നു. വിഷമം ടീച്ചക്ക്? ക്രിസ്റ്റിയോട് ചേർന്നിരുന്നുകൊണ്ട് പാത്തു ചോദിച്ചു. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല.
ക്രിസ്റ്റി കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ ഇല്ലാത്ത? പാത്തുവിന്റെ കണ്ണുകൾ കൂർത്തു. നിന്നോടൊപ്പമുള്ള നിമിഷങ്ങളിൽ ഞാനും നീയൊഴികെ മറ്റൊന്നും ഞാൻ ഓർക്കാറില്ല. പാത്തുവിന്റെ വിരൽ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അടക്കാനാവാത്ത സന്തോഷത്തോടെ പാത്തുവിന്റെ ചുണ്ടുകൾ അവന്റെ കവിളിൽ അമർന്നു. ആവേശത്തിൽ അവൾ തുടങ്ങി വെച്ചത് പതിയെ അവനും ഏറ്റെടുക്കുകയായിരുന്നു. പ്രണയത്തിന്റെ പുത്തൻ ഭാവങ്ങളുടെ ലോകത്തിലേക്ക് പതിയെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അവളും ഇറങ്ങിച്ചെന്നു. വിറച്ചും കിതച്ചും പിന്മാറി ഓടാൻ വെമ്പാതെ അവളൊരു ഭംഗിയുള്ള പൂവായി മാറുകയായിരുന്നു. അവൻ അവളിലൊരു പൂമ്പാറ്റയും. കുളിച്ചു മാറ്റി ക്രിസ്റ്റി മുടി ചെയ്യിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാത്തു മുറിയിലേക്ക് കയറി ചെന്നത്. അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ ഒരു നിമിഷം സ്റ്റെക്കായി നിന്നു. ഇതെന്താണ്, ഒട്ടിപ്പിടിച്ചു പോയോ? ക്രിസ്റ്റി ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവിടെ അരികിലേക്ക് ചെന്നു. പാത്തു മുഖം കുനിച്ച് നിൽപ്പാണ്. ക്രിസ്റ്റി വിരൽ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ആ പിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഞൊടിയിട കൊണ്ട് അവളുടെ മുഖം ചുവന്ന് തൊടുത്തു. ഇതൊക്കെ നാച്ചുറലായിട്ട് എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്നല്ലേ പാത്തു? അതിനൊക്കെ ഇങ്ങനെ നാണിച്ചാലോ? അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും പാത്തു അവൻ്റെ നേരെ മുഖമുയർത്തി നോക്കി. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഇപ്പോഴേ ഇങ്ങനെ നാണിച്ച് ചുവന്നാൽ എങ്ങനെയാ പെണ്ണെ ശരിയാവുന്നത്? അവൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചോ ചിണുങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ അമർത്തി നുള്ളി. ക്രിസ്റ്റി വേദനയോടെ കൈപ്പീൻ വലിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. സ്കൂളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എങ്ങോട്ട് പോവാ? പാത്തു കുറുമ്പോടെ അവനെ നോക്കി. ഒരിടം വരെയും പോകാനുണ്ട്. ഇന്നാണ് അന്തിമ വിധി വരുന്നത്. എനിക്കത് നേരിട്ട് കാണണം, ആസ്വദിക്കണം. ക്രിസ്റ്റിയുടെ സ്വരവും മുഖവും കടുത്തുപോയിരുന്നത് പറയുമ്പോൾ അവൻ പറഞ്ഞതിൻ്റെ പൊരുളറിഞ്ഞതും പാത്തുവിൻ്റെ മുഖം മാറി. കണ്ണിൽ വല്ലാത്തൊരു ഭാവം തെളിഞ്ഞു. എനിക്കും കേൾക്കണേച്ച, മനസ്സ് നിറഞ്ഞുകൊണ്ടത് ആസ്വദിക്കുകയും വേണം. അവൾ അവൻ്റെ മുമ്പിൽ പോയി നിന്നു. അവൻ കാരണം അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. അവൻ്റെ വേദന കൊണ്ട് വിങ്ങിയ മുഖം അതെനിക്കും കാണണേച്ച, എങ്കിലും എൻ്റെ നെഞ്ചിലെത്തി പൂർണ്ണമായിട്ടും അണയും. പാത്തു കിതപ്പോടെ ക്രിസ്റ്റിയെ പിടിച്ചുലച്ചു. എനിക്കറിയാലോ പാത്തു. അവൻ അവളെ സ്വന്തം നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ഞാൻ കൊണ്ടുപോകും നിന്നെ, അത് ഞാനും തീരുമാനിച്ചു വെച്ചതാ. ക്രിസ്റ്റി പാത്തുവിൻ്റെ മുടിയിൽ തലോടി. പക്ഷെ ഇന്നല്ല, ഇന്നിപ്പോൾ കോടതിയിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെയല്ല, അവിടെ വെച്ചല്ല നമ്മൾ അവനെ കാണേണ്ടത്. ക്രിസ്റ്റി പാത്തുവിനെ നെറ്റിയിൽ പതിയെ ചുണ്ടു ചേർത്തുകൊണ്ട് ശാന്തമായി പറഞ്ഞു. പാത്തു ഒന്ന് തലയാട്ടി. ഋഷിയുടെ കാര്യം എന്താവും? പാത്തു ആകുലതയോടെ ചോദിച്ചു. എനിക്കറിയില്ലടി. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു വക്കീലിനെ അവന് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവൻ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല. അത് കേസിനെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കും. എന്തോ നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന് വക്കീലും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റിയുടെ നെടുവീർപ്പോടെ പറഞ്ഞു. അമ്മയുടെ കാര്യം ഇപ്പം തന്നെ രാവിലെ പോയതാ പള്ളിയിലേക്ക്. പാവം, നല്ല സങ്കടം ടീച്ച, നമ്മളെ കാണിക്കാനിട്ടാ. പാത്തു ക്രിസ്റ്റിയെ നോക്കി. അവൾ പറഞ്ഞ് ശരിവെക്കും പോലെ അവനൊന്ന് തലയാട്ടി. ഞാനും കാണുന്നുണ്ടടി. അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അത്രത്തോളം ശ്രമിച്ചത്. ഇനിയും ആ സങ്കടം കാണാൻ വയ്യെന്ന് തോന്നിയിട്ട്. പക്ഷേ വിധി അതെന്ത് തന്നെയാലും നമ്മളത് അംഗീകരിച്ചാലേ മതിയാവും. ക്രിസ്റ്റിയുടെ സ്വരം നേർത്തു. ചെയ്ത തെറ്റുള്ള ശിക്ഷ അവനെ കിട്ടണം തന്നെയാണ് എനിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ അമ്മ കൂടി ശിക്ഷ അനുഭവിക്കുന്നത് കാണാനാണ് വയ്യാത്തത്. ക്രിസ്റ്റി വേദന നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. പാത്തു അവൻ്റെ മുഖം പിടിച്ച് അഴുത്തിയ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. ഒന്നും ഉണ്ടാവില്ല, അമ്മയുടെ പ്രാർത്ഥനയുണ്ടാവും, അത് മതിയല്ലോ. ഇച്ച ധൈര്യമായിട്ട് പോയിട്ട് വാ. പാത്തു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. രണ്ടുപേരും കൂടിയാണ് താഴേക്ക് ഇറങ്ങിച്ചെന്ന്. സ്കൂൾ പൂട്ടിയത് പ്രമാണിച്ച് ദിലവും മീരി എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. 10 മണിക്ക് ചെല്ലാമെന്നാണ് ഫൈസി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്നെ 9 കഴിഞ്ഞു. അവരുടെ നേരെ നോക്കിയിട്ട് ക്രിസ്റ്റി അടുക്കളയിലേക്കാണ് ചെന്ന്. നീ ഇനി എവിടെ പോണ്? മാറ്റിയിറങ്ങി വന്ന ക്രിസ്റ്റിയെ കണ്ടിടൻ മറിയാമ്മച്ചി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതെന്നതാ, എനിക്കിനി എവിടെയും പോകാൻ പാടില്ലേ? ക്രിസ്റ്റി അവരെ ചെറഞ്ഞു നോക്കി. കല്യാണം കഴിഞ്ഞാൽ സാധാരണ ചെക്കന്മാർ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ടൂർ വല്ലതും പോകുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുത്ത നേരെ സ്കൂളിലോട്ടാ പോയത്. അതിനീ നിർത്താറായില്ലെന്നാ ഞാൻ ചോദിച്ചത്. നടുവിനെ കൈകുത്തി അവനെ നേരെ നോക്കിയിട്ട് മറിയാമ്മച്ചി തന്റെ ചോദ്യം അവന് മുന്നിലിട്ട് തന്നെ കീറി മുറിച്ചു കൊടുത്തു. പാത്തു അത് കേട്ടതും വാപുത്തി ചിരിക്കാൻ തുടങ്ങി. ഓ, ചിരിച്ചുകൂടി പ്രോത്സാഹനം കൊടുക്ക് ഈ ഓഞ്ഞ കോമഡിക്ക്. ക്രിസ്റ്റി അവളെ നോക്കി കണ്ണുരുട്ടി. ഞാനിവിടെ വരെ പോവാ, പോയി വന്നിട്ട് ബാക്കി പറയാം. ക്രിസ്റ്റി മേശയുടെ അരികളുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അവരെ നോക്കി. എപ്പോൾ തിരിച്ചു വരും? അവന് മുന്നിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മറിയാമ്മച്ചി ചോദിച്ചു. എന്തേ? ക്രിസ്റ്റി അത് കേട്ടത് മുഖമുയർത്തിക്കൊണ്ട് അവരെ നോക്കി. എനിക്കൊന്ന് പള്ളിയിൽ പോകണമായിരുന്നു. മറിയാമ്മച്ചി അവനെ നോക്കി. ഓ, കർത്താവിനെ കാണാനായിരിക്കും. ക്രിസ്റ്റി ചുണ്ടുകൂട്ടിക്കൊണ്ട് അവരെ നോക്കി.
അല്ലേടാ, ഞാനെന്ത് കെട്ടിയോനെ കാണാം. എന്തി നിനക്ക് വല്ല നഷ്ടമുണ്ടോ? മറിയാമ്മച്ചി അവനെ നേരെ ചെറഞ്ഞു നോക്കി. അടുക്കളയിൽ നിന്നും ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ടാണ് മീരയും ദിലും കൂടി അങ്ങോട്ട് വന്നിരുന്നത്. ക്രിസ്റ്റിയും മറിയാമ്മച്ചിയും തമ്മിലുള്ള സംസാരം കേട്ട് എന്താണെന്ന് അരികിൽ നിൽക്കുന്ന പാത്തുവിനോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവളൊന്നും മിണ്ടാതെ ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു. എനിക്കെന്ത് നഷ്ടം? നഷ്ടം മുഴുവൻ ഇന്ന് ആ പാവം കെട്ടിയോനല്ലേ. അങ്ങേരുടെ ചെവിയുടെ സൂനയിൽ അടിച്ചു പോലെന്നോർത്ത് പോയതാ ഞാൻ. കഴിക്കുന്നതിനിടെ തന്നെ ക്രിസ്റ്റി പറഞ്ഞു. ഓ, അത് അങ്ങേര് സഹിക്കും. നീ ഓർത്ത് വെറുതെ വേവലാതിപ്പെടേണ്ട കേട്ടോ. മറിയാമ്മച്ചി അവന്റെ മുന്നിലേക്ക് ചായ ഗ്ലാസ് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ അമ്മ ഇവിടുന്നല്ലേ പോയത്? നിങ്ങൾക്കും പോവായിരുന്നില്ലേ? ക്രിസ്റ്റി തലയിരിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് സൗകര്യമില്ലായിരുന്നു. എനിക്കിപ്പോൾ വൈകുന്നേരം എൻ്റെ കൂടെ പോരാനൊക്കെ ഇല്ലേ? മറിയാമ്മച്ചി വീണ്ടും അവനെ നോക്കി. ആഹാ, അങ്ങനെയാണോ? എന്നാ പിന്നെ പോന്നിട്ട് തന്നെ കാര്യം. ഞാൻ പെട്ടെന്ന് വരാം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുങ്ങി നിൽക്കേണ്ട വിധം മാറുകേ. പറഞ്ഞില്ലാന്ന് വേണ്ട. കഴിച്ചെഴുന്നേറ്റ് പോകും വഴി മറിയാമ്മച്ചി ഇറുകിയപ്പോഴതുകൊണ്ട് അവൻ പറഞ്ഞു. എങ്ങോട്ടാ മറിയാമ്മച്ചി? ദിലി ചോദിച്ചു. പള്ളിയിലോട്ട്. ചിരിയോടെ മറിയാമ്മച്ചി അവളെ നോക്കി. നീ വരുന്നുണ്ടോ? കൈ കഴുകിക്കൊണ്ട് തിരിച്ചു വന്ന ക്രിസ്റ്റി ചോദിച്ചു. ദില അവനോടൊപ്പം പോകുന്നതിൻ്റെ ആവേശത്തിൽ തലയാട്ടി. ക്രിസ്റ്റി പാത്തുവിനെയും മീരയും കൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങളോ? കണ്ണു മിഴിച്ചുകൊണ്ടവർ പരസ്പരം നോക്കി. അതെന്നതാ പിള്ളേരെ, നിങ്ങൾ മനുഷ്യന്മാരല്ലയോ? മറിയാമ്മച്ചി അവരെ നോക്കി ചോദിച്ചു. അവരൊന്നും മിണ്ടാ ക്രിസ്റ്റിയെ നോക്കി. വലിയപ്പച്ചനോടും വലിയമ്മച്ചിയോടും കുഞ്ഞാൻ്റെയോടും കൂടി പറഞ്ഞിട്ട് ഒരുങ്ങി നിൽക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം. ഇപ്പം ഞാൻ പോയേച്ചും വരാം. പാത്തുവിനോടും മീരയോടുമായി പറഞ്ഞിട്ട് ക്രിസ്റ്റി പുറത്തേക്ക് നടന്നു. മാത്തിനോടും ത്രേസിയോടും കോടതിയിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മൂവരും സീറ്റ് ഔട്ടിൽ ഹാജരായിട്ടുണ്ട്. ഋഷിന് വേണ്ടി പ്രാർത്ഥിക്കുക. പോകും വഴി 3 പേരോടുമായി പറഞ്ഞിട്ടാണ് അവൻ പോർച്ചിൽ നിന്ന് കാറെടുത്ത്. അമ്മ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. പോകും വഴി തന്നെ തല പുറത്തേക്കിട്ട് അവൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ജീവപര്യന്തം, കൂടാതെ 10 ലക്ഷം രൂപ പിഴയും. പ്രതീക്ഷിക്കുന്ന വിധിയായിട്ട് കൂടി ഷാഹിദൊന്ന് ഉലഞ്ഞുപോയിരുന്നു. അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ ക്രിസ്റ്റിയിരിക്കുന്ന സൈഡിലേക്ക് പാളി. നിറഞ്ഞ ചിരിയോടെ തന്നെ ഒരു വെല്ലുവിളിയോടെ നോക്കിയിരിക്കുന്നവൻ. ആ കാഴ്ച കണ്ടതോടെ ഷാഹിദിന്റെ പതനം പൂർത്തിയായിരുന്നു. താൻ തോറ്റിരിക്കുന്നതിനേക്കാൾ ക്രിസ്റ്റി ഫിലിപ്പ് വിജയിച്ചിരിക്കുന്നു എന്നതായിരുന്നു അവനേറെ വേദനിപ്പിച്ച് തളർത്തിയതും തകർത്ത് കളഞ്ഞതും. വർക്കിയുടെ അവസ്ഥ ഏറെക്കുറെ അതുതന്നെയായിരുന്നു. ബന്ധങ്ങൾ കൊണ്ട് ഊറ്റം കൊണ്ട് നടന്നവന് നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്കാൻ വേണ്ടി പോലും ആരും ഉണ്ടായില്ല. കൊന്നും കൊലവിളിച്ചു നേടിയ സമ്പാദ്യവും അയാൾക്ക് അവിടെ രക്ഷയായില്ല. ശേഷിക്കുന്ന ജീവിതം ഇനി ജയിലറക്കുള്ളിൽ തീരേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് അയാളെ അപ്പാടെ തകർത്ത് കളഞ്ഞിരുന്നു. ഇനിയൊരു രക്ഷയുമില്ലെന്നുള്ള മരവിപ്പ് വർക്കിയുടെയും ഷാഹിദിന്റെയും കണ്ണിൽ കരിനീലിച്ച് കിടപ്പുണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ പരിശ്രമം വെറുതെ ആയില്ല. ഋഷിനെ 15 ദിവസത്തേക്ക് മാത്രം ശിക്ഷ ഒതുക്കി കിട്ടി. അവനതിൽ തൃപ്തനല്ലെന്ന് അവന്റെ മുഖത്തുണ്ടായിരുന്നു. ക്രിസ്റ്റിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അരിയിലിരിക്കുന്ന ഫൈസിയുടെ കയ്യിൽ അവൻ അമർത്തി പിടിച്ചു. ക്രിസ്റ്റി അപ്പോൾ തന്നെ ഡെയ്സി വിളിച്ചിട്ട് കാര്യം പറഞ്ഞിരുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ തെളിയുന്ന ആ മുഖം മനസ്സിലോർത്തതും അവന്റെയും മുഖം പൂനിലാവ് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് ക്രിസ്റ്റി തിരികെ എത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. അവിടെ നിന്നിറങ്ങി അവനും ഫൈസിയും ആര്യന്റെ വീട്ടിലും കൂടി പോയിട്ടാണ് മടങ്ങിയത്. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അവന്റെ അച്ഛനെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ട് വന്നിരുന്നു. ഇനിയൊരു ശ്വാസത്തിന്റെ ദൂരം മാത്രമേ മരണത്തിലേക്കുള്ളൂ എന്നതുപോലെ നിർജീവമായ അയാളുടെ കണ്ണുകൾ അവരെ ഒരുപാട് വേദനിപ്പിച്ചു. അങ്ങനെ ഒരു കാഴ്ച ആ ദിവസേന കണ്ടു നിൽക്കുന്നവരെത്ര നിർഭാഗ്യവാന്മാരായിരിക്കുമെന്നാണ് ക്രിസ്റ്റി അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം ആലോചിച്ച്. അവിടേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൂടി വാങ്ങിച്ചിട്ടാണ് രണ്ടുപേരും പോയത്. ആ വീടിന്റെ നെടുന്തൂണാണ് മരണം കാത്ത് കിടക്കുന്നത്. ആര്യന് പിന്നെ ഒരു സഹോദരി കൂടിയാണുള്ളത്. അവിടെ വിവാഹം കഴിഞ്ഞതാണ്. സർട്ടിഫിക്കറ്റ് വെച്ചുള്ള ജോലി ആത്തിൽക്കാന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ലടാ. എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ്. ആര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നതെന്ന്. നീ വിഷമിക്കാതാടാ, നമുക്ക് ശരിയാക്കാം എന്നൊരു ഉറപ്പോടെയാണ് ക്രിസ്റ്റിയും ഫൈസിയും യാത്ര പറഞ്ഞിറങ്ങിയത്. പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാവരും കൂടി ഇന്ന് വൈകുന്നേരം. പറ്റുമെങ്കിൽ നീയോ അങ്ങോട്ട് ഇറങ്ങ് എന്ന് ഫൈസിയോട് കൂടി പറഞ്ഞിട്ടാണ് ക്രിസ്റ്റി മടങ്ങിയത്. അവന് ഉറപ്പൊന്നും പറഞ്ഞിരുന്നില്ല. കുന്നേൽ ക്രിസ്റ്റി എത്തുമ്പോൾ അവിടെ ഷാനവാസ് ഉണ്ടായിരുന്നു. ആഹാ, ഇതാര്? എപ്പോ വന്നു? ഹാളിലേക്ക് അയറുടനെ ക്രിസ്റ്റിയാളെ കണ്ട് സന്തോഷത്തോടെ അരികിലേക്ക് ചെന്നു. കുറച്ചേറെടാ. ഷാനവാസ് ചിരിയോടെ ക്രിസ്റ്റിയെ നോക്കി. ഉമ്മാക്കേനുണ്ട്? ക്രിസ്റ്റിയാളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ആളിപ്പോ എക്സ്ട്രാ പവറായിടോ. ഡെയ്സിയുടെ അരികിൽ നിൽക്കുന്ന ലില്ലിയെ കൂടിയെ നോക്കിയിട്ടാണ് അയാളങ്ങനെ പറഞ്ഞു. കോടതിയിൽ പോയതായിരുന്നു അല്ലേ? ഷാനവാസ് ക്രിസ്റ്റിയെ നോക്കി. അവന്റെ കണ്ണുകൾ ഡെയ്സിയുടെ നേരെയാണ് നീണ്ടത്. ഇവര് തമ്മിലുള്ള കെട്ടിന്റെ കാര്യം പറയാനാ മോനെ ഷാനു വന്നതേ. മാത്തൻ ക്രിസ്റ്റിയെ നോക്കി. ആഹാ, അതുകൊള്ളാലോ, സന്തോഷം. ആ പറഞ്ഞ സന്തോഷം അവന്റെ വാക്കിലും നോക്കിലും പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു. വലുതായിട്ടൊന്നും വേണ്ട ക്രിസ്റ്റി, ഈ കാര്യത്തിൽ എന്റെ റോൾ മോഡൽ നീയാണ്. രണ്ടൊപ്പിൽ കാര്യം തീർന്നില്ലേ? സിമ്പിൾ. ഷാനവാസ് ചിരിയോടെ പറഞ്ഞു.
ക്രിസ്റ്റി തലയേരിച്ചുകൊണ്ട് പിന്നിലേക്ക് നോക്കി. പാത്തുവിനെയാണ് തിരഞ്ഞതെങ്കിലും അതിനു മുന്നേ കല്യാണത്തിന് കൂടാൻ കഴിയാത്ത ദേഷ്യം അപ്പോഴും മുഖത്ത് പടർത്തി നിൽക്കുന്ന മറിയാമ്മച്ചിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.